പഞ്ചപ്രയാഗങ്ങളിലൊന്നായ രുദ്രപ്രയാഗിലെ രുദ്രനാഥ ക്ഷേത്രത്തിലേക്കും മന്ദാകിനി നദിയുടെയും അളകനന്ദയുടെയും സംഗമസ്ഥാനത്തിലേക്കുമുള്ള യാത്രയാണ് ഇന്ന്. കാർത്തിക് സ്വാമി ദർശനം കഴിഞ്ഞുള്ള മടക്കയാത്ര വിവരിക്കാനാകാത്ത ഒരു അനുഭൂതിയോടെയാണ് ഞങ്ങൾ മലയിറങ്ങുന്നത്. പൈൻമരങ്ങൾ തണൽ വിരിക്കുന്ന വഴികളിലൂടെയും പല ഗ്രാമങ്ങളിലൂടെയും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. വഴിയിൽ മലയിടിഞ്ഞ് റോഡൊക്കെ താഴേക്ക് പോയ ഇടത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ്. താൽക്കാലികമായി ഉണ്ടാക്കിയ വഴിയാണ്. ഇപ്പോൾ ഒരു വണ്ടിക്ക് മാത്രമേ പോകാനാകൂ. ഈ വഴി വണ്ടികൾ ഓടി ഒന്ന് ഉറച്ചതിന് ശേഷമേ വീതി കൂട്ടി ടാറിങ് ചെയ്യൂ. കാറുകൾ പോയി, ഞങ്ങളും യാത്ര തുടർന്നു. തട്ടുതട്ടായുള്ള ഗ്രാമീണരുടെ കൃഷിസ്ഥലങ്ങൾ മലകളിലും താഴ്വാരങ്ങളിലും കാണാം. 40 കിലോമീറ്റർ യാത്ര കഴിഞ്ഞ് രുദ്രപ്രയാഗിലേക്ക് അടുക്കുകയാണ്. ഇവിടെ ടണലിന്റെ പണികൾ നടത്തുന്നത് കാണാം. ഉത്തരകാശിയിലായിരുന്നു ഇത്തരമൊരു ടണൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടത്തിലായതും തൊഴിലാളികൾ അതിൽ കുടുങ്ങിയതും. ഹിമാലയത്തിലെ അനിശ്ചിതവും പരുക്കനുമായ പ്രകൃതിയിൽ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളുടെ ധൈര്യം അപാരം തന്നെ. ക്ഷേത്രത്തിലേക്കുള്ള വഴിയരികിൽ എത്തിയിരിക്കുന്നു. ഇവിടെയും ഒരു മല തുരന്നുള്ള തുരങ്കം കാണാം. കേദാർനാഥിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ഇവിടെ നിന്നാണ് ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാത ആരംഭിക്കുന്നത്. ഇടുങ്ങിയ നടവഴിക്കിരുവശവും വീടുകളാണ്. ഇവിടെ താമസിക്കുന്നവരുടെ വാഹനങ്ങളാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു കാലത്ത് ഇവിടമെല്ലാം കൊടും കാടായിരുന്നു. ജിം കോർബറ്റ് നരഭോജിയായ പുള്ളിപ്പുലിയെ ശിക്കാർ ചെയ്തത് രുദ്രപ്രയാഗിലായിരുന്നു. ഈ വഴിയിലൂടെ ഒരു 10-15 മിനിറ്റ് നടന്നാൽ ക്ഷേത്രത്തിലെത്താം. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതും ഈ വഴിയിൽ തന്നെയാണ്. ഉത്തരാഖണ്ഡിലെ ഒരു വലിയ ജില്ല തന്നെയാണ് രുദ്രപ്രയാഗ്. 2011 സെൻസസ് അനുസരിച്ച് 2,42,000 ആളുകളാണ് രുദ്രപ്രയാഗ് ജില്ലയിലുള്ളത്. 9,313 പേരാണ് രുദ്രപ്രയാഗിൽ മാത്രമുള്ളത്. ക്ഷേത്രത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് മുകളിലേക്ക്. നാരദന്റെ തപോഭൂമിയായാണ് ഇവിടം അറിയപ്പെടുന്നത്. വീണാവാദനത്തിന്റെ പാഠങ്ങൾ ഹൃദിസ്ഥമാക്കാൻ നാരദൻ പരമശിവനെ തപസ് ചെയ്ത സ്ഥലമാണിത്. രുദ്രരൂപത്തിലാണ് പരമശിവൻ നാരദന് ദർശനം നൽകിയതും അനുഗ്രഹിച്ചതും. പല ക്ഷേത്രങ്ങളെയും പോലെ കേരളത്തിൽ ജനിച്ച ജഗദ്ഗുരു ആദിശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാര പ്രവർത്തനങ്ങൾ നടത്തി ഒരു ഗർഭഗൃഹം പണി കഴിച്ചത്. ഇതാണ് പ്രധാന ശിവലിംഗ പ്രതിഷ്ഠ. നാരദൻ പൂജിച്ച ശിവലിംഗമാണെന്നാണ് വിശ്വാസം. ഒപ്പം ഗണപതിയും പാർവതി ദേവിയും. ഇവിടെയും ഭക്തർക്ക് ഉള്ളിലെത്തി സ്വയം പൂജ ചെയ്യാം. മുകൾ ഭാഗത്തു നിന്നും ഒരു മണിയും കലശത്തിൽ ജലധാരയും തീർത്തിരിക്കുന്നു.
നാരദൻ പൂജ ചെയ്തിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ഹോമകുണ്ഡമാണിത്. അടുത്തുതന്നെ മറ്റൊരു ശിവലിംഗ പ്രതിഷ്ഠയും കാണാം. വീണയുമായുള്ള നാരദ പ്രതിഷ്ഠ. പുരാതനമായ മറ്റൊരു ശിവലിംഗ പ്രതിഷ്ഠയാണിത്. പരാശക്തി പ്രതിഷ്ഠയാണിത്. ഇവിടെയാണ് ക്ഷേത്രപൂജാരി താമസിക്കുന്നത്. ഒരു സംസ്കൃത മഹാവിദ്യാലയമാണിത്. ഉത്തരാഖണ്ഡിൽ ധാരാളം പേർ സംസ്കൃതം അഭ്യസിക്കുന്നുണ്ട്. ആദിശങ്കരന്റെ നാടായ കേരളത്തിൽ നിന്നുള്ളവർക്ക് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ഉത്തരാഖണ്ഡിലെ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്നത്. അവർക്ക് നമ്മോടുള്ള ആദരവ് കാണുമ്പോൾ ശങ്കരാചാര്യർക്ക് നമ്മൾ കേരളീയർ വേണ്ടത്ര ആദരം കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു. പടികളിറങ്ങി താഴേക്ക് എത്തിയാൽ അവിടെയും ക്ഷേത്രങ്ങളുണ്ട്. നദീസംഗമസ്ഥാനവും അവിടെയാണ്. പ്രയാഗ എന്നാൽ സംഗമസ്ഥാനം എന്നാണ് അർത്ഥം. ഇതാണ് അളകനന്ദയുടെയും മന്ദാകിനിയുടെയും സംഗമസ്ഥാനം. ശിവൻ രുദ്രരൂപത്തിൽ നാരദന് ദർശനം നൽകിയതിനാൽ രുദ്രപ്രയാഗ് എന്നറിയപ്പെട്ടു. ശതോപൻ ഗ്ലേഷ്യറിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദ ബദ്രിനാഥിലൂടെ ഒഴുകി കേദാർനാഥിനടുത്തുള്ള ചോരാബാരി ഗ്ലേഷ്യറിൽ നിന്നുമുള്ള മന്ദാകിനി നദിയുമായി ഇവിടെ രുദ്രപ്രയാഗിൽ സംഗമിക്കുന്നു. വളരെ മന്ദമായി ഒഴുകിയെത്തുന്നതിനാലാണ് മന്ദാകിനി എന്ന പേര് സിദ്ധിച്ചത്. രുദ്രനിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്ന നാരദൻ ഒപ്പം പാർവതീദേവിയും നന്ദിയും. ഇവിടെയും ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. ധാരാളം മണികൾ കെട്ടിവെച്ച ഇവിടെ പരാശക്തിയാണ് പ്രതിഷ്ഠ. ആദിശങ്കരൻ 2013 വെള്ളപ്പൊക്കത്തിൽ പല നാശനഷ്ടങ്ങളും ഇവിടെ സംഭവിച്ചിരുന്നു. ഇവിടെ 2 നദികളാണ് ഒഴുകി വരുന്നത്. ഈ വലതുവശത്ത് നിന്ന് ഒഴുകി വരുന്ന നദിയാണ് അളകനന്ദ. ഇവിടെ ഇടതുവശത്ത് നിന്ന് ഒഴുകി വരുന്ന നദിയാണ് മന്ദാകിനി. അതാണ് അത് പതുക്കെ പതുക്കെ ഒഴുകി വരുന്നുള്ളത്. മന്ദാകിനി എന്നാണ് പേര്. ഇത് രണ്ടും കൂടി ചേർന്ന് ഇവിടുന്ന് അളകനന്ദയായിട്ടാണ് ഒഴുകുന്നത് രുദ്രപ്രയാഗിൽ.
ഈ സ്ഥലത്ത് നദിയിലൊരു ശിലയുണ്ടായിരുന്നു. അത് നാരദശില എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2013 ജലപ്രവാഹത്തിൽ ആ വലിയ പാറ പോലും ഒഴുകിപ്പോയി. ഈ കാണുന്ന വിപുലീകരണം അതിനുശേഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ കാണുന്ന ക്ഷേത്രവും ഈ പ്ലാറ്റ്ഫോമുമെല്ലാം പിന്നീടുണ്ടായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണ്. ഇത്തരം സംഗമസ്ഥാനങ്ങളുടെ മനോഹാരിതയും ഇവിടെ അനുഭവപ്പെടുന്ന അനുഭൂതിയും പറഞ്ഞറിയിക്കാനാകില്ല. ചാർധാം യാത്രയുടെ ഭാഗമായോ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിനായോ എത്തുന്നവർ തീർച്ചയായും മറക്കാതെ കാണേണ്ട ഒരു സ്ഥലവും ക്ഷേത്രവുമാണിത്. ബാബ കാലി കംലിവാല യാത്രാ നിവാസാണിത്. വളരെ കുറഞ്ഞ നിരക്കിൽ ഇവിടെ താമസിക്കാം. യാത്ര തുടരുകയാണ് അളകനന്ദയുടെ ഒഴുക്കിനൊപ്പം ദേവപ്രയാഗിലേക്ക്. രഘുനാഥ ക്ഷേത്രത്തിന്റെയും ദേവപ്രയാഗിന്റെയും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നമസ്കാരം.